ഹായ് ഓൾ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? അപ്പോൾ 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സംഘം ജൂത പ്രതിനിധികൾ ആംസ്റ്റർഡാമിൽ നിന്നും എവിടെ എത്തുന്നു? കേരളത്തിലെത്തുന്നു. അവരുടെ സർക്കാരിന് അവരൊരു റിപ്പോർട്ടും സമർപ്പിച്ചു. കേരളത്തിലെ ജൂതന്മാരുടെ സാധുവായ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി, ഉറവിടങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പെരേര ഡി പൈവ, മോസസ് എന്നിവരായിരുന്നു. ഓപ്ഷൻ എ പെരേര ഡി പൈവ, മോസസ്. അടുത്ത ക്വസ്റ്റ്യൻ. കുരുമുളക് ഒഴികെയുള്ള മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിൻറ്റ് കമ്മീഷനിൽ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർ? കുരുമുളക് ഒഴികെയുള്ള ബാക്കി എല്ലാ വ്യാപാര പ്രവർത്തനങ്ങൾക്കും മലബാറിലെ ജോയിൻറ്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കമ്മീഷണർമാർ ആരെല്ലാമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ജോനാഥൻ ഡെങ്കനും ചാൾസ് ബോർഡനും. ജോനാഥൻ ഡെങ്കനും ചാൾസ് ബോർഡനുമാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചേരികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യൽ ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദിത്തം ആരാണ്? 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചേരികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ്? ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പിയാണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഉമ്മിണിത്തമ്പി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും, അതായത് ദീർഘചതുരാകൃതിയിലുള്ള ജലപാത്രത്തിനാണ് കമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് ഉത്തരം. നവോത്ഥാന നായകന്മാരെ പറ്റിയും സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റിയും ഒക്കെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾ കാണണം. കാരണം നവോത്ഥാന നായകന്മാർ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ ഭാഗത്തു നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ഷുവറായിട്ടും വരും. അപ്പോൾ ഒരു 4-5 പേരെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളൂ. ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, ഇവരൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് എന്തായാലും നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത് ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. ഒരു ദശാബ്ദത്തിനുള്ളിൽ കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് സൂപ്പർ പവേഴ്സ് ആയുധ നിയന്ത്രണം നിലനിർത്തി യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നയം. ഇത് അങ്ങേയറ്റം സൗഹൃദപരമല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ഒരു ആക്രമണത്തിന് എതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. അതാണ് മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി? കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അവ ഊഷ്മള സമുദ്രപ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തൊഴുകുന്നു. വ്യാപാരക്കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത്. സുഷിമ കറൻറ്റ് ഫോമസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഉത്തരം ഡി ആണ്. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 15 കിലോമീറ്റർ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? അതായത് 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളം. അപ്പോൾ കേരളത്തിൽ എത്ര നദികളുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികളുണ്ട്? ഓപ്ഷൻ ബി 44 നദികളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ? ഓപ്ഷൻ ഡി 10 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാകുന്നത്? 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗം? ഓപ്ഷൻ എ നാഥുല. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം ഏത് നദിയുടെ മുകളിലാണ്? ചെനാബ് നദിയുടെ മുകളിലാണ് കേട്ടോ. ചെനാബ് നദിയുടെ മുകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് ഓപ്ഷൻ എ നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖമനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖമനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ: ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, ഡെപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് ഇത് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കുക, പണസ്ഥിരത, അതുപോലെ തന്നെ കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ് ഇവിടെ? 1, 2, 4. അപ്പോൾ ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, സെബി ഉണ്ട്, IRDAI ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്നും ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, അതുപോലെ തന്നെ ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. ഇവയാണ് 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്നും ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യവും അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 22%. GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം, അത് 4 മീറ്റർ, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലാണെങ്കിൽ സെസ് നിരക്ക് 22%. അപ്പോൾ GSTയുടെ നിരക്കുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? 5, 18, 22, 28 അങ്ങനെയൊക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത് സ്റ്റേറ്റ് എന്നതിന്? ഓക്കെ, ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. ശരിയാണല്ലേ? സ്റ്റേറ്റ് എന്നുള്ളതിൽ 12 സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ് ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റ് സംസ്ഥാന സർക്കാരും നിയമസഭയും. അടുത്തത്, ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും. ശരിയാണ്. അത് പൊതു കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും. ശരിയാണ്. സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. തെറ്റാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. അപ്പോൾ ഇന്ത്യൻ ഭരണയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ വരുന്നത് ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റ് സംസ്ഥാന സർക്കാരും നിയമസഭയും, ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും, പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ചരക്ക് സേവന നികുതി ബില്ല് മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം. നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം മതി. 2016 ഭരണഘടനയുടെ 101 ഭേദഗതി അതെന്താണ്? GST ആണ് അല്ലേ? GSTയുടെ ഭാഗത്തു നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വന്നു അല്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്, ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് വഹിച്ചാൽ ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഭരണഘടനയും മറ്റു നിയമങ്ങളും അനുശാസിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നിരീക്ഷിക്കുന്നതും. ശരിയാണ്. നമ്മുടെ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. അത് ആണോ? അല്ല. വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക. ശരി. സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ശരിയാണല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ 2 എ ആണ്. 2 മാത്രമാണ് ഇവിടെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാതെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്. മിസ്റ്റർ അബ്ദുൾ ഫത്താഹ് അൽ സിസി, ഈജിപ്തിലെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല. ഇതിലേതാണ്? എ, ഭരണഘടനയുടെ 324 അനുച്ഛേദം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണല്ലേ? 324 ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെറ്റാണ്. ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ചത് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A ആണ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമം 1985 പാസ്സാക്കി. ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ N രാധാകൃഷ്ണൻ നായരാണ്. തെറ്റാണ്. ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ രജിസ്ട്രാറാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചത് ആനി എർനാക്സ് ആണ്. ആനി എർനാക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എ, പ്രൊവിൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് PCA നിയമം 1961. ആനിമൽ വെൽഫെയർ ബോർഡ് 1962. ദി പ്രൊവിഷൻ ഓഫ് ക്രൂവൽറ്റി ടു ഡ്രാഫ്റ്റ് ആൻഡ് പാക്ക്
Animal Rules 1965, The Prevention of Cruelty to Animals, License of Farriers Rules 1965. ഇതിൽ ഏതാണ് ശരി അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ CAG ഭരണഘടനാ സ്ഥാപനമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം അല്ല. ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. എൽഡർ ലൈൻ 1456-7 അത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ ശരിയാണ്. മന്ദഹാസം മുതിർന്ന പൗരന്മാർ ശരിയാണ്. കാവൽ ട്രാൻസ്ജെൻഡർ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. എൽഡർ ലൈന് അതായത് എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1456-7. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ദഹാസം മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഏത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും സന്തുലിതാവസ്ഥയിലുള്ള മാറ്റമാണ് പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പ്രൊജസ്ട്രോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. അത് ശരിയാണല്ലേ. അടുത്തത്, പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രജൻ്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള പ്രധാന മാറ്റം. പ്രൊജസ്ട്രോൺ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈസ്ട്രജൻ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. തെറ്റാണ്. പിൻഭാഗത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും പുറത്തുവിടുന്ന ഓക്സിറ്റോസിൻ സെർവിക്സിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയ പേശി ഉത്തേജകമാണ്. ശരിയാണ്. അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിസിൻ്റെ അസ്ഥികളിൽ തമ്മിലുള്ള ബന്ധം അയവ് വരുത്തുന്നു. അതുവഴി നവജാത ശിശുവിന് എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതിന് ജനന കനാൽ വലുതാകുന്നു. ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ആവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. കോളം 1 വിറ്റാമിനുമായി അതിൻ്റെ കുറവുള്ള ലക്ഷണങ്ങൾ കോളം 2-ലും ഉറവിടങ്ങളും കോളം 3-ലും ഇവയെ ചേരുമ്പടി ചേർക്കണം. അപ്പോൾ നോക്കിക്കേ, വൈറ്റമിൻ എ റെറ്റിനോള് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വൈറ്റമിൻ എ? ചർമ്മം, ശ്വസന വ്യവസ്ഥ, യൂറോജെനിറ്റൽ ട്രാക്റ്റ് എന്നിവയുടെ വരണ്ട പൊട്ടുന്ന എപ്പിത്തീലിയ, രാത്രി അന്ധതയും വികാലമായ തണ്ടുകളും. അടുത്തത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നോക്കിക്കേ, റിക്കറ്റുകൾ അല്ലെങ്കിൽ മലാസിയ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. മൃദുവായ അസ്ഥികൾ, വികാലമായ അസ്ഥികൂടം, മോശം പേശി വികസനം. വൈറ്റമിൻ ഡി ആണ് ഇതുമായി റിലേറ്റഡ്. ദെൻ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് മുട്ടയുടെ മഞ്ഞക്കരു, പാൽ, മത്സ്യ എണ്ണ, കൂടുതലായും നമുക്ക് സൺലൈറ്റിൽ നിന്നാണല്ലേ വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ഇനി വൈറ്റമിൻ ഇ നോക്കിക്കേ, വൈറ്റമിൻ ഇ പുരുഷ വന്ധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മസ്കുലർ ഡിസ്ട്രോഫി, ശിശുക്കളിൽ അസാധാരണമായ ചുവന്ന രക്താണുക്കൾ. പിന്നെ അത് ലഭിക്കുന്നത് സസ്യങ്ങളിലും മൃഗങ്ങളിലും ആഹാരം വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ഉദാഹരണം മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, ഇലക്കറികൾ, വിത്തെണ്ണ എന്നിവയിൽ നിന്നും വൈറ്റമിൻ ഇ നമുക്ക് ലഭിക്കും. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ കെ ആണെങ്കിലോ അത് മന്ദഗതിയിലുള്ള രക്തം കട്ടപിടിക്കുന്നതിനും രക്തസ്രാവം തടയുന്നതിനും സഹായിക്കുന്നു. വൈറ്റമിൻ കെ ലഭിക്കുന്നത് ഇലക്കറികളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇത് നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് നല്ലതുപോലെ വൈറ്റമിൻസിനുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും ഷുവറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഉയർന്ന സംവേദനാക്ഷമതയുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. CRPയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കരൾ സമുന്നയിപ്പിച്ച പെൻഡാമെറിക് പ്രോട്ടീനാണ് CRP. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള വിട്ടുമാറാത്ത കോശജ്വലന അവസ്ഥകളിൽ അതിൻ്റെ സ്ഥിരമായ ഉയർന്ന അളവ് കാണാം. വിദേശ രോഗികളെയും കേടായ കോശങ്ങളെയും തിരിച്ചറിയുന്നതിലും നീക്കം ചെയ്യുന്നതിലും CRP ഒരു പങ്ക് വഹിക്കുന്നുണ്ട്.
അടുത്തത് ഇത് രണ്ടും ശരിയാണ് കേട്ടോ. പേശികളിൽ നിന്നും പ്രോട്ടീൻ നിന്നുമുള്ള ക്രിയോറ്റിൻ ഫോസ്ഫേറ്റിൻ്റെ ഒരു തകർച്ച ഉൽപ്പന്നമാണ് CRP പരിണാമം. ഇത് ശരീരം സ്ഥിരമായ നിരക്കിൽ പുറത്തുവിടുന്നു. തെറ്റാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ വൃക്കകൾ CRPയെ രക്തത്തിൽ നിന്നും ഫിൽട്ടർ ചെയ്യുകയും മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉം ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രോഗമാണ് അത്? മങ്കി പോക്സ് ആണ് കേട്ടോ, മങ്കി പോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? അടിസ്ഥാന അളവ് അല്ലാത്തത് ഭാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിൻ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് 273.16 km. അടുത്ത ക്വസ്റ്റ്യൻ, നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ഇടപെടൽ. ഓപ്ഷൻ ഡി ഇടപെടലാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ് 2008. അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അലുമിനിയവും ഹൈഡ്രജനും. ഓപ്ഷൻ ഡി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. അത് ക്വസ്റ്റ്യൻ തെറ്റാണ്, നമുക്ക് ഉത്തരം അവിടെ ഇല്ല കേട്ടോ, സോറി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുശാസിക്കുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. വാതകങ്ങൾ ചാൾസ് നിയമം അനുസരിക്കുന്നത് ഉയർന്ന മർദ്ദവും താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും ഉള്ളപ്പോൾ. ചാൾസ് നിയമം വാതകങ്ങൾ അനുസരിക്കുന്നത് എപ്പോഴാണ്? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും ഉള്ളപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്പീസീസിൽ ഏതാണ് ലൂയിസ് ആസിഡുമായി പ്രവർത്തിക്കുന്നത്? താഴെ പറയുന്ന സ്പീസീസിൽ ഏതാണ് ലൂയിസ് ആസിഡുമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് AlC3 അലുമിനിയം ക്ലോറൈഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരവേ. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ഓപ്ഷൻ ഡി. മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായിട്ടാണ്? ഓപ്ഷൻ എ തെയ്യം. അടുത്ത ക്വസ്റ്റ്യൻ, GV രാജയുടെ മുഴുവൻ പേര് എന്താണ്? ഗോദവർമ്മ രാജ. ഓപ്ഷൻ സി ആണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അടുത്തത്, KIIFBയുടെ പൂർണ്ണ രൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് കേട്ടോ. അടുത്തതാണ്, എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? ലതാ മങ്കേഷ്കർ മരണപ്പെട്ടത് 2022 ഫെബ്രുവരി 6. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ ഏതാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. സ്വിച്ചും റൂട്ടറുമാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്. നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ സ്വിച്ചും റൂട്ടറും ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് BTRFS എന്നുള്ളതാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷെ മെമ്മറി രജിസ്റ്ററുകളേക്കാൾ വേഗതയുള്ളതാണ്. 2 പ്രാഥമിക മെമ്മറി അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്. അപ്പോൾ പ്രസ്താവനകളിൽ നമ്മൾ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 പ്രസ്താവനകളും തെറ്റാണ് കേട്ടോ, 2 പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് മൈക്രോസോഫ്റ്റ്.
കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്തായിരുന്നു? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഓപ്ഷൻ സി. അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെടുന്നു. എന്താണ് ഉത്തരം? അത് നമ്മുടെ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷമായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വർഷം വരെയുള്ള കുട്ടികൾക്കുള്ളതായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം ഇൻ്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച് 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുകളുമായും 12ാം ക്ലാസ് BAയുമായും ലയിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഡിഗ്രി കോഴ്സ് 3 വർഷമായിരിക്കണം. എല്ലാം ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 ആണ് ഉത്തരം. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ നിന്നും 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നിനുള്ളതായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നത് ഉറപ്പാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന്. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് സെൻറ്റൻസ്. ദ മേയർ ഡാഷ് ദ പ്ലേസ് ലാസ്റ്റ് സൺഡേ. ഓപ്ഷൻ സി വിസിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇഡിയം റൗണ്ട് ദ കോർണർ മീൻസ് ഫാർ എവേ. ഫാർ എവേ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിങ്. ഡയേറിയ എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഓപ്ഷൻ റാം വെൻറ്റ് ടു a park one day and the park had a pond with the flowers. ഇവിടെ ആർട്ടിക്കിളൊന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഓപ്ഷൻ എ ആണ്. വാസിൻറ്റ് ഇറ്റ്. അടുത്തത്. എ ക്രുക്കിവർ ബാലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹൂ ഡിസൈൻസ്. എന്താണ് ക്രുക്സിവർ ബാലറ്റ് എന്നാണ് കേട്ടോ. ക്രുക്സിവർ ബാലറ്റ് എന്താണത്? ഓപ്ഷൻ ബി. ക്രോസ്വേർഡ് പസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടീച്ചർ എലോങ് വിത്ത് ഹെർ സ്റ്റുഡൻറ്റ് ഡാഷ് ഗോൺ ടു ദ മ്യൂസിയം. ഓപ്ഷൻ സി. ഹാസ് ദ ടീച്ചർ ഗോൺ ടു ദ മ്യൂസിയം. ദ ടീച്ചർ എലോങ് വിത്ത് ഹെർ സ്റ്റുഡൻറ്റ് ഹാസ് ഗോൺ ടു ദ മ്യൂസിയം. അടുത്തത്. ഷീ ഡാൻസസ്. ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ദ വേർഡ് ഗ്രേസ്ഫുള്ളി ഡിനോട്ട്സ്. എന്താണ് ഗ്രേസ്ഫുള്ളി ഡിനോട്ട് ചെയ്യുന്നത്? അഡ്വർബാണ്. വിച്ച് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ഗിവൺ ബിലോ. ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. എക്സ്ക്ലമേറ്ററി. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. എക്സ്ക്ലമേറ്ററി. അടുത്തത്. ആൻറ്റോണിം ഓഫ് ദ വേർഡ് വിവിഡ് ഈസ്. വിവിഡ്. ആൻറ്റോണിം ഓഫ് ദ വേർഡ് വിവിഡ് ഈസ് വാഗ്യു. വാഗ്യു എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അയാൾ പിരിച്ചെഴുതുക. അയാൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഓപ്ഷൻ എ. ആ പ്ലസ് ആൾ എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം. ശരിയായ വാക്യം ഏതാണ്? ഇതിൻ്റെ അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം. സലിംഗ ബഹുവചന രൂപം ഏതാണ്? പെണ്ണുങ്ങൾ. അടുത്തത്. പുറം പ്ലസ് അടി ചേർത്തെഴുതുക. പുറം പ്ലസ് അടി ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി. പുറമടി. സൂര്യൻ്റെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. സൂപവർണി എന്നുള്ളത്. ബാക്കിയെല്ലാം ബ്രദ്ധനൻ, ഹരിദ്വശൻ, വികർത്തനൻ ഇതെല്ലാം സൂര്യൻ്റെ പര്യായപദമാണ്. അടുത്തത്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തുല്യത. തുല്യത എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതുല്യമാണ്. തുല്യത, അതുല്യം. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്തുക. ശരിയായ വാക്ക് ഓപ്ഷൻ എ ആണ്. അസ്തിത്വം എന്ന് വരുന്നത്. തെറ്റിക്കരുത്. ഓപ്ഷൻ എ. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റ പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഓപ്ഷൻ ഡി ആണ്. വയ്യാകരണൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5ാം പത്തിക്കാരെന്നുള്ളതിൻ്റെ ശരിയായ ശർത്തം എന്താണ്? ഓപ്ഷൻ ഡി.
കൊടുക്കുന്നവർ, അതായത് ഒറ്റ കൊടുക്കുന്നവരെ, ചതിക്കുന്നവരെ. അപ്പോൾ നമ്മൾ മറ്റൊരു സെറ്റ് ഡിഗ്രി മെയിൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിലൂടെ നമുക്ക് പ്രിലിംസ് നേടാൻ സാധിക്കും. നമ്മൾ നല്ലതുപോലെ പരിശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിനോടൊപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിക്കണം. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് വിലയിരുത്താൻ നമുക്കിതിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വരുന്ന ദിവസങ്ങൾ നമ്മുടേതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.